തനിക്കിന്ന് പുറത്തു വല്ലതും പോകാനുണ്ടോ? ഇല്ല. എന്താ ചോദിച്ചേ? അല്ല, എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങിയാൽ മതി. നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ല. വാങ്ങാനൊന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോകുന്നത് നല്ലതല്ലേ? അങ്ങനെയാണെങ്കിൽ സ്കൂൾ വിടുമ്പോഴത്തേക്ക് അമ്മ വന്നാ മതി. ഞാനും വരാം. അമ്പടി മിടുക്കി. അതിനിടയ്ക്ക് ഇടിച്ചങ്ങ് കേറിയല്ലോ. എടോ, നമുക്കൊരു ഫാമിലി ഔട്ടിംഗ് ആക്കാം. താനെന്ത് പറയുന്നു? അങ്ങനെയാണെങ്കിൽ നോക്കാം. എന്തായാലും ഇന്ന് വൈകുന്നേരത്തേക്ക് ഞാൻ വിളിക്കാം. ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മേ, മോളെ അച്ഛമ്മേ പോയിട്ട് വരട്ടെ. ശരി, ടാറ്റ. ടാറ്റാ. ബാ. അച്ഛാ, അച്ഛാ, എന്താ സച്ചിച്ച? എന്താ പറ്റിയേ? എന്താ പറ്റി സച്ചിച്ച? ഒന്നുമില്ല. അച്ഛ എന്താ പറ്റിയേ? സച്ചിച്ച, ഞാൻ പറയാൻ തുടങ്ങി തരാം. കുഴപ്പമൊന്നുമില്ല. കുടിക്കച്ച. സച്ചിച്ച, ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ? സാരമില്ല, കുഴപ്പമില്ല. നമുക്ക് ആശുപത്രി പോയാലോ സച്ചിച്ച? നിങ്ങൾ സ്കൂളിലാക്കിയിട്ട് അച്ഛൻ പൊയ്ക്കോളാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്കൂളിലേക്ക് പോവാം. വാ. അച്ഛാ, അച്ഛാ, സച്ചിച്ച, സച്ചിച്ച, അയ്യോ. ഇന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് കുറെ എണ്ണം ചാവും. എവിടെയാണെന്ന് രാജീവിന് അറിയാലോ അല്ലേ? ആ, എനിക്ക് മനസ്സിലായി മാഡം. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ കമലെ കൊലക്കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. ആ വൃത്തികെട്ട പഴങ്കഞ്ഞി കട അവിടെയുള്ളതെല്ലാം ചവിട്ടി പൊട്ടിച്ച് കെട്ടിപ്പൂട്ടി സീല് വെക്കണം. എന്താ, അത് ചെയ്യാൻ പറ്റില്ലേ? മേഡം എന്നോട് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു ഉത്തരവിട്ടാ മാത്രം മതി. ഞാനത് ചെയ്തിരിക്കും. ആ, എങ്കിൽ ഇതെന്റെ ഉത്തരവായിട്ട് കരുതിക്കോ. മേഡത്തിന്റെ ഉത്തരവ് നടപ്പാക്കാൻ എന്റെ പോലീസ് വാഹനം പുറപ്പെട്ടു കഴിഞ്ഞു. സബാഷ്. പുറപ്പെടുമ്പോ ഒരു കൈവലം കൂടെ കരുതിക്കോണം. ആ വൃത്തിയേട്ട സ്ത്രീയെ കൈവിലങ്ങ് വെച്ച് വേണം എല്ലാവരുടെയും മുമ്പിൽ കൂടെ കൊണ്ടുപോവാൻ. അവരുടെ കയ്യിൽ വിലങ്ങണിയിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞാൻ മേഡത്തിന് അയച്ചു തരാം. അത് കാണുമ്പോ മേഡത്തിന് കൂടുതൽ സന്തോഷവും. എന്റെ ചെകിട്ടത്തടിച്ച ആ വൃത്തിയേട്ട സ്ത്രീയുടെ കയ്യിൽ കൈവിലങ്ങണിയിക്കുന്ന കാഴ്ച, ഇതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല. പേടിക്കണ്ട, നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ എത്തും കേട്ടോ. അയ്യോ അച്ഛാ, ഇപ്പൊ എത്തും അച്ഛാ. ആ, ആരതി, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ സർ, എനിക്കൊരു സഹായം വേണമായിരുന്നു. സഹായമോ? എന്താ, എന്ത് പറ്റി? ആരതി എവിടെയാ? സച്ചിക്കോ?
അയക്കെന്താ പറ്റിയത്? സർ, സജിക്ക് കുറച്ച് സീരിയസ് ആണ്. മൈ ഗോഡ്. അച്ഛാ ഒന്നുമില്ല അച്ഛാ. ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ. സർ വേഗം ഒന്ന് അയാളുടെ വീട്ടിലേക്ക് വിളിച്ച് പറയാവോ? ഞാനിപ്പോ തന്നെ വിളിച്ചു പറയാം. ഓക്കെ സർ. അച്ഛാ അയ്യോ സിസ്റ്റർ. ഒന്ന് വേഗം പോവും. ഇപ്പൊ എത്തും അച്ഛാ. അച്ഛാ ഒന്നുമില്ല അച്ഛാ. അച്ഛാ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. മക്കൾ സമാധാനമായിട്ടിരിക്കും. ഇപ്പൊ നമ്മളെത്തും. എടുത്തോ. കിട്ടുന്നില്ല. കരയാതെ. എന്താ മോളെ? മോളെ സച്ചി കിട്ടിയില്ലടി. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എന്റെ ഈശ്വര, എന്റെ കുഞ്ഞിനൊന്നും പറ്റരുത് ഈശ്വര.